എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യയിൽ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? സെക്യുലറിസം അല്ലേ? ഇന്ത്യയിൽ പല മതങ്ങളുണ്ട്. നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒത്തിരി മതങ്ങൾ ഇവിടെയുണ്ട്. ആദിവാസി ഗോത്രങ്ങൾക്കിടയിൽ അവരുടെ കുലദേവതകളുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൈനമതം, ബുദ്ധമതം, അങ്ങനെ കുറേ മതങ്ങൾ. പക്ഷേ എല്ലാ മതങ്ങളിലൂടെയും നമ്മൾ ചെന്നെത്തുന്നത് എവിടെയാണ്? ദൈവികമായ ഒരു ശക്തിയിലാണ്. ഹിന്ദുക്കൾ അതിനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യൻസ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു, മുസ്ലിംസ് അള്ളാഹു എന്ന് വിളിക്കുന്നു. ഈ വിളിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ദൈവത്തിലേക്കുള്ള വഴികളാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ നന്മകൾ മാത്രം നിറച്ചാൽ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആ ഒരു വഴിയിലൂടെ മറ്റ് മതക്കാരെ നിന്ദിക്കാതെ അവരെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അവരെയും ടോളറേറ്റ് ചെയ്തുകൊണ്ട്, ടോളറൻസ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല, അവരെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറുക. എല്ലാവരിലും ഒരേ രക്തമാണ് ഒഴുകുന്നത്. ഗ്രൂപ്പുകൾ വ്യത്യാസം വരാം. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ കോശവും ഉണ്ടാക്കിയിരിക്കുന്നത് സിമിലറായിട്ടുള്ള മിനറൽസ്, ഇലമെൻറ്റ്സ് കൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരുപോലെയല്ലേ? പിന്നെ നിങ്ങളുടെ നാവിന് പിടിക്കാത്തതല്ലാത്ത എല്ലാം നിങ്ങൾ ഭക്ഷിക്കുക. അവിടെ റെസ്ട്രിക്ഷൻസ് വയ്ക്കരുത്. ഞാൻ ഇന്നതേ ഭക്ഷിക്കാവൂ, മറ്റൊരാൾ മറ്റതേ ഭക്ഷിക്കാവൂ എന്നൊന്നുമില്ല. നിങ്ങളുടെ നാവിന് തിരിച്ചു കടിക്കാത്ത എന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഇടയിൽ വേണോ? ഇല്ലെങ്കിൽ ഗ്രൂപ്പിസം വേണോ? എൻ്റേതാണ് വലുത്, നിൻ്റേതാണ് വലുത് എന്ന ചിന്ത വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.